കഥ വിഷം പുരളുന്ന പ്രണയങ്ങൾ. പ്രണയം വിൽക്കപ്പെടുന്നു എന്ന ബോർഡ് കണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അവിടെ നോക്കിയപ്പോൾ കുറേ സ്ത്രീകൾ കാമുകനെ തിരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരെയും വകവയ്ക്കാതെ പിറകോട്ട് നടന്നു. പക്ഷേ അവിടെ കണ്ട ഒരു പെൺകുട്ടി എന്നെ വളരെ അതിശയിപ്പിച്ചു. കാരണം കാണാൻ വളരെ മനോഹരിയായിരുന്നു അവൾ. അവൾ എന്തിനൊരു വിൽപ്പനച്ചരക്കായി വിപണിയിൽ വന്ന് നിൽക്കുന്നു? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ പ്രണയവും ഇപ്പോൾ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രണയിക്കാൻ ആളില്ലാതെ വിഷമിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത ആണിത്. ആത്മാർത്ഥ പ്രണയമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വാങ്ങുന്ന പെണ്ണ് പ്രണയിക്കും നിങ്ങളെ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് തീരുന്നത് വരെ മാത്രം. ചുറ്റിക്കറങ്ങാനുള്ള കാറും ചുമ്മാ സൊള്ളിക്കൊണ്ടിരിക്കാൻ വിലപിടിപ്പുള്ള ഫോണും വേണം എന്ന് മാത്രം. ഇനി ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ വിമൽ, ഒരു ഡോക്ടറാണ്. ഞാൻ പറയുന്ന കഥ നടക്കുന്നത് 2050 കാലഘട്ടത്തിലാണ്. ഇതൊക്കെ എൻ്റെ വെറും ഭാവനകൾ മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരുവിധ ബന്ധവും ഈ കഥയ്ക്കില്ല. തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, പ്രണയം വിൽക്കപ്പെടുന്നുവെന്ന് ബോർഡ് കണ്ടു എന്ന്. അവിടെ കണ്ട ഭംഗിയുള്ള പെൺകുട്ടിയുമായി മനു എന്നൊരു ചെറുപ്പക്കാരൻ പ്രണയത്തിലാകുന്നു. മനുവിൻ്റെ പ്രണയം ഒരു നാൾ അവൾ അറിയുന്നു. അവളുടെ പേര് മന്യ. മനു ആത്മാർത്ഥമായി മന്യയെ പ്രണയിച്ചു. പക്ഷേ മന്യ പ്രണയത്തിൽ വിഷം കലർത്തുന്ന സ്വഭാവക്കാരിയായിരുന്നു. തൻ്റെ മനം മയക്കുന്ന സൗന്ദര്യത്താൽ പുരുഷന്മാരെ ആകർഷിച്ച് താൻ ആഗ്രഹിക്കുന്ന പുരുഷനെ കൊണ്ട് അവളെ ഇഷ്ടമാണെന്നും പ്രണയമുണ്ടെന്നും പറയിപ്പിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. കുറച്ചു കാലം മനുവും മന്യയും തമ്മിൽ പ്രണയിച്ചു. പാർക്കിലും ബീച്ചിലും എല്ലാം ചുറ്റിക്കറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് അവസാനമില്ലായിരുന്നു. മന്യയുടെ പ്രണയത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ച മനു ഒരു ദിവസം മന്യയുടെ കൂടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അവിടെ വച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തി മന്യ മനുവിനെ കൊന്നു. പക്ഷേ മരണകാരണം മഞ്ഞ കലർത്തിയ വിഷമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. മന്യയ്ക്ക് മനുവിനെ കൊന്നതിൽ ഒരു കുറ്റബോധവും തോന്നിയില്ല. അവൾ അടുത്ത കാമുകനെ കാത്തിരുന്നു.